ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെന്താണെന്നുള്ളത്. എൻ്റെ മോന് കുറച്ച് ദിവസമായിട്ട് എന്നോട് ഈ ജാമുൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് എന്നെ പിറകെ നടന്നിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ റെഡിമിക്സ് വാങ്ങാനായിട്ട് പുറത്ത് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ജാമുൻ ഉണ്ടാക്കാം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ജാമുൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ മുകളിലുള്ള ഹാർഡായിട്ടുള്ള ബ്രെഡ് നമുക്ക് അങ്ങ് മാറ്റാം. ബാക്കി ഞാനിവിടെ ഇപ്പോൾ ഒരു 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു ജാമുനാട്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവ് കൂട്ടാം. ഇനിത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പിച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ ബ്രൗൺ കളർ അവിടെ വേസ്റ്റ് ആയി പോവുള്ളൂ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 കപ്പ് പാലാണ്. പക്ഷേ ഈ 1 കപ്പ് പാലിൻ്റെ ഫുള്ളായിട്ടുള്ള ആവശ്യമില്ല. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവ് പറയാൻ പറ്റില്ല. ഇതൊന്ന് നനച്ചു കൊടുക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എത്രത്തോളം വേണം എന്നുള്ളത്. ഇത് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ആദ്യം തന്നെ ഒരുപാട് പാലൊഴിക്കണ്ട. അപ്പൊ പിന്നെ ലൂസാവും. പിന്നെ നമ്മൾ ബ്രെഡ് ചേർക്കാനായിട്ട് നിൽക്കണം. അപ്പൊ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് കുഴഞ്ഞു കിട്ടുന്ന ഒരു പാകം. ടൈറ്റ് ആയിട്ട് തോന്നുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പാലൊഴിക്കുക. അപ്പൊ പാലൊഴിക്കുമ്പോൾ അളവ് കൂടണ്ട. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജാമുനാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതൊരു മാവ് പോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. പക്ഷേ ചപ്പാത്തി പോലെ അത്ര ഹാർഡായിട്ടൊന്നും നമുക്ക് കുഴക്കേണ്ട ആവശ്യമില്ല. ബ്രെഡാണ്, പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടും. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഞാനൊരു വലിയ കപ്പ് പാലെടുത്തിട്ടും എനിക്ക് കുറച്ച് ആവശ്യമൊന്നുള്ളൂ. അപ്പം ബാക്കി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മളെ ജാമുൻ്റെ ഷേപ്പ് അറിയാലോ, അങ്ങനെ ഉരുട്ടിയെടുക്കുക. കൈ കൊണ്ട് ചെറുതാക്കിയിട്ട് നമ്മളൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഒന്ന് ഉരുട്ടിയിട്ട് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് എടുക്കാം. ഇതേപോലെ ബൗൾസ് ആക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചിട്ട് ചെയ്യിക്കുന്നത് നന്നായിരിക്കട്ടെ. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ചളവിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ എനിക്കൊരു 21 ബോൾസ് ആണ് കിട്ടിയത്. 8 ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു സൈസ് ബോൾ ഇട്ടാ. ഇതിൽ ഒരു 21 ബോൾസ് കിട്ടി. നമുക്കിതിനി ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഇങ്ങനത്തെ സ്വീറ്റിന് ഓയിൽ തന്നെ വേണം. ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മളെ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ലോ ടു മീഡിയത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ ബ്രെഡാണ്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ. അധികം സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ ബോൾസ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഇട്ടുകൊടുത്ത ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ ജാമുൻ്റെ ബോൾസ് റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം. അപ്പോൾ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള അളവാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് തീ ഓണാക്കിയിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ
അത് അലിഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2-3 ഏലക്ക ഒന്ന് കൈവച്ച് ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് അതിന്റെ ആ സീഡ് ഇങ്ങോട്ട് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഇതിലിട്ടാൽ ഈ ഒരു ഏലക്കയുടെ ഫ്ലേവർ കൂടെ നമ്മളെ ആ ഷുഗർ സിറപ്പിലേക്ക് പോകും. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളെ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര അലിഞ്ഞാൽ ഒരുപാട് കട്ടിയായിട്ട് ഒരു നൂൽപ്പരുവോ അങ്ങനെ ഒന്നും ആവേണ്ട, ഒന്നും അലിഞ്ഞ് കിട്ടിയാൽ മതി. പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജാമുൻ ബോൾസ് നമുക്ക് ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റിൽ കൂടണ്ട. അപ്പൊ നമ്മളെ ബ്രെഡാണ് പെട്ടെന്ന് അലിഞ്ഞ് ബോളൊക്കെ പൊട്ടി പോവും. ഒരു 5 മിനിറ്റ് തന്നെ മതി, ഒരു 4 to 5 അത്ര തന്നെ മതിയാവും. ഒന്ന് അതിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ആ സിറപ്പ് അതൊക്കെ അതിലേക്ക് പിടിക്കാനായിട്ട് ഷുഗർ സിറപ്പിലേക്ക് നമ്മളെ ബോൾസ് അതെല്ലാം ഇറങ്ങി ചെല്ലണം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും സിറപ്പ് ആവുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ചൂടാറാനായിട്ട് വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ടൊന്ന് വെക്കാം. അങ്ങനെ നമ്മളെ ജാമുൻ അവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം മുഴുവനായിട്ടും നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഉടയാണ്ട് എടുക്കുക. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആവും. അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അവനൊട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് വേഗം എടുത്ത് സെർവ് ചെയ്ത് കൊടുത്തു. അപ്പം നിങ്ങൾക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.